ഹായ് എവ്രി വൺ. നമ്മൾ ഇഡിയംസിനെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്യാറുണ്ട്. ഇന്ന് ഹാപ്പിനെസ് ഇഡിയംസിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ദ ഫസ്റ്റ് വൺ, ക്ലൗഡ് നയൻ. എന്താണ് ക്ലൗഡ് നയൻ? നമ്മുടെ സന്തോഷം ഈ ക്ലൗഡുമായിട്ടോ നയനുമായിട്ടോ ഒക്കെ ബന്ധപ്പെട്ടിട്ടാണോ? എന്താണ് ഇതിൻ്റെ അർത്ഥം മനസ്സിലാവുന്നില്ല അല്ലേ? ഓൺ എ ക്ലൗഡ് നയൻ എന്ന് പറയുമ്പോൾ നമ്മൾ അത്രയും ഹാപ്പി ആൻഡ് എക്സൈറ്റഡ് ആയിട്ടിരിക്കുന്നതിനെയാണ് സൂചിപ്പിക്കുന്നത്. ഹി വാസ് ഓൺ എ ക്ലൗഡ് നയൻ വെൻ ഹിസ് സിസ്റ്റർ കെയിം ടു വിസിറ്റ് ഹിം. അവൻ്റെ സിസ്റ്റർ കാണാൻ വന്നപ്പോൾ അവൻ ഒത്തിരി എക്സൈറ്റഡ് ആൻഡ് ഹാപ്പി ആയിരുന്നു എന്നതാണ് പറയുന്നത്. പക്ഷെ അപ്പോഴും ക്ലൗഡ് നയൻ, ക്ലൗഡ് അതുമായിട്ടുള്ള ബന്ധം എന്താണെന്ന് മനസ്സിലാകുന്നില്ല അല്ലേ? 1940s US വെതർ ക്ലാസിഫിക്കേഷൻ സിസ്റ്റത്തിൽ നിന്നാണ് ഇത് ഒറിജിനേറ്റഡ് ആകുന്നത്. ഇപ്പോൾ ക്ലൗഡ് നയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹയസ്റ്റ് ലെവൽ ഓഫ് ക്ലൗഡ് ക്ലാസിഫിക്കേഷനെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? ഹയസ്റ്റ് ലെവൽ ഓഫ് ഹാപ്പിനെസ്. അത്രയും ഹാപ്പിനെസ് ഉള്ളത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ, ഹാവ് എ വെയിൽ ഓഫ് എ ടൈം എന്നുള്ളതാണ്. അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ടു എൻജോയ് യുവർ സെൽഫ് വെരി മച്ച്. നമ്മൾ അത്രയും ഹാപ്പി ആയിട്ടുള്ള, അത്രയും ഹാപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാ? തിമിംഗലത്തിൻ്റെയും അത്രയും. തിമിംഗലം എത്ര വലുതാണോ അത്രയും വലുതായിരുന്നു നമ്മുടെ ഹാപ്പിനെസ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഇഡിയം നമ്മൾ ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് ഇഡിയം, ടു മേക്ക് സംവൺസ് ഡേ. ഒരാളുടെ ദിവസം നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ടു മേക്ക് സംവൺസ് ഫീൽ വെരി ഹാപ്പി. ഒരാളെ നമ്മൾ കോംപ്ലിമെൻറ്റ് കൊടുത്തുകൊണ്ടോ എന്തെങ്കിലും സഹായം ചെയ്തുകൊണ്ടോ അവരുടെ ആ ദിവസം നമ്മൾ ഓർമ്മിക്കത്തക്കതായിട്ടുള്ളതാക്കി തീർക്കുന്നതിനെയാണ് ടു മേക്ക് സംവൺസ് ഡേ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഇത്തരത്തിൽ കോംപ്ലിമെൻറ്റും വിഷും ഒക്കെ ചെയ്യുമ്പോൾ അവരൊത്തിരി ഹാപ്പി ആവും. അപ്പോൾ അവരുടെ ഹാപ്പിനെസ്സിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഇഡിയം നമ്മൾ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ, വാക്ക് ഓൺ എയർ. വാക്ക് ഓൺ എയർ എന്ന് പറഞ്ഞാൽ എന്താ? എയറിലൂടെ നടക്കുന്നതിനെ പറ്റിയിട്ടാണോ സംസാരിക്കുന്നത്? അല്ല, നമ്മൾ അത്രയും എക്സ്ട്രീം ഹാപ്പി ആയിട്ടിരിക്കുന്ന സമയത്ത് നമ്മൾ എന്താ പറയുക, നമ്മളിങ്ങനെ പൊന്തിപ്പോവുക എന്നൊക്കെ പറയാറില്ലേ? അതിനെയാണ് നമ്മളിതിൽ സൂചിപ്പിക്കുന്നത്. നമ്മൾ എയറിലാവുക എന്നൊക്കെ നമ്മൾ പറയില്ല. അത്രയും നിലം തൊടാതെ വെയ്റ്റ്ലെസ് ആയിട്ടിരിക്കുന്ന സാഹചര്യത്തിൽ, അതായത് അത്രയും ഹാപ്പി ആയിട്ടുള്ള ഒരു ന്യൂസ് കേൾക്കുമ്പോഴോ, അല്ലെങ്കിൽ ഇതാ പറയുന്നു ഷീ വാസ് വാക്കിംഗ് ഓൺ ദ എയർ ആഫ്റ്റർ ഗെറ്റിംഗ് ഹെർ ഡ്രീം ജോബ്. അവൾക്ക് ഡ്രീം ജോബ് കിട്ടിയപ്പോൾ അവൾ അത്രയും ഹാപ്പി ആയി. അതുകൊണ്ടാണ് വാക്ക് ഓൺ എയർ എന്ന് പറയുന്ന ഒരു പ്രയോഗം ഇവിടെ ഉപയോഗിക്കുന്നത്. ഓവർ ദ മൂൺ. ഓവർ ദ മൂൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് ആ ചന്ദ്രനിലെത്തി അല്ലേ? അത്രയും ഹാപ്പിനെസ് ഉണ്ടായ കാരണമാണ് നമ്മൾ അങ്ങനെ ഒരു പ്രയോഗം ഉപയോഗിക്കുന്നത്. ദേ വെയർ ഓവർ ദ മൂൺ വെൻ ദേ വെൽക്കം ദ ന്യൂ ബോൺ ബേബി എന്നാണ് പറയുന്നത്. അവരവരുടെ പുതിയ കുഞ്ഞിനെ, ന്യൂ ബോൺ ബേബിയെ അവർ സ്വീകരിക്കുമ്പോൾ എന്താണ്, അവർ ഭയങ്കര ഹാപ്പിയാണ്. അവർ ഓവർ ദ മൂണായി. അപ്പം ഞാൻ പറയാണ് ഐ എം ഓവർ ദ മൂൺ. എനിക്ക് ഹാപ്പി ആയിട്ടിരിക്കുന്ന സമയത്ത് ഞാൻ പറയാം, എനിക്ക് എന്തെങ്കിലും പ്രസൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഗിഫ്റ്റൊക്കെ ലഭിക്കുമ്പോൾ ഞാൻ എന്താവും? ഓവർ ദ മൂണാവും. ദ ലാസ്റ്റ് വൺ, ഓൺ ദ ടോപ്പ് ഓഫ് ദ വേൾഡ്. എന്താണ്? ബേർഡിൻ്റെ മണ്ടയ്ക്ക് കയറി ഇരിക്കണം എന്നാണോ? അല്ല, ഇതേ പറഞ്ഞ പോലെ നമ്മൾ വാക്ക് ഓൺ ദ എയർ, അതുപോലെ തന്നെ ഓവർ ദ മൂൺ എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് നമ്മൾ വേൾഡിന് മുകളിലായി, ഓൺ ദ ടോപ്പ് ഓഫ് ദ വേൾഡ്. അത്രയും ഹാപ്പിയാണ്, എക്സ്ട്രീം ഹാപ്പിയാണ് അല്ലേ? ഐ ഫെൽറ്റ് ഓൺ ദ ടോപ്പ് ഓഫ് ദ വേൾഡ് വെൻ ഐ ഗോട്ട് മൈ ഫസ്റ്റ് സാലറി. അപ്പോൾ എനിക്ക് എൻ്റെ ഫസ്റ്റ് സാലറി കിട്ടിയപ്പോൾ ഞാൻ എന്താണ്? ഫീലിംഗ് പ്രൗഡാണ് അല്ലേ? എക്സ്ട്രീംലി ഹാപ്പിയാണ്.